ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരെണ്ണമാണ് ഞാനിന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ പച്ചരിയും നമ്മുടെ പച്ചക്കറിക്കകത്ത് വെള്ളരിക്കായും കൂടെ ഉപയോഗിച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു പായ്ക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ മനസ്സിലാകും നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് കിട്ടിയത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചരി തലേനെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് കുതിർത്തിട്ടേക്കണേ. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കുതിർത്ത കുറച്ച് പച്ചരി അതിനകത്തോട്ട് നമുക്കൊരു പകുതിയോളം വെള്ളരിക്ക എടുത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുക. ആ ഒരു പരുവാകുമ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയണ്ടത്, ഞാൻ 2 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ അത് കിട്ടിയ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് അരച്ച് കിട്ടും കേട്ടോ. പച്ചരി ഉള്ളതുകൊണ്ട് ചെറിയൊരു തരി കാണും, അത് നമുക്ക് കുഴപ്പമില്ല, സ്ക്രബിൻ്റെ ഒരു എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു പായ്ക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് ഞാനിപ്പം നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. നാരങ്ങാനീര് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം സെൻസിറ്റീവ് സ്കിന്നുകാർ നാരങ്ങാനീര് യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതൊരു ശകലം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഫേസിൻ്റെ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഞാനത് ആ ഒരു ചേഞ്ചസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ്. യാതൊരു കേടും ഈ ഒരു പായ്ക്ക് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പച്ചരിയും വെള്ളരിക്കയും ഒരു ദോഷവും ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. മസാജ് ചെയ്തൊന്ന് കഴുകി കളയാൻ നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോം മെയ്ഡാണ്, നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. പച്ചരിയും വെള്ളരിയും രണ്ടും നമ്മുടെ വീട്ടിൽ കാണും. ഇതൊന്ന് അരച്ച് ഇതുപോലെ ഒന്ന് മുഖത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇടാം കേട്ടോ. നമുക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവേ. നല്ല സൂപ്പർ റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെന്തായാലും പച്ചരി തലേന്ന് കുതിർക്കണം കേട്ടോ. പച്ചരിയുടെ പൊടി അരിപ്പൊടി എടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ നമ്മൾ പച്ചരി തലേന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ്. അപ്പം നമുക്ക് അരയ്ക്കുന്ന ആ ഒരു മാവിന് വേറൊരു ടെക്സ്ചറാണ്. നമ്മൾ പൊടിയെടുക്കുന്നതിനെക്കാട്ടി നമുക്കൊരു പായ്ക്കിനുള്ള കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മൾ തലേന്ന് കുതിർത്തതിന് ശേഷം എടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള നമുക്കതൊന്ന് മസാജ് ചെയ്ത് കഴുകി മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസിന് ബ്രൈറ്റൻ ചെയ്യിക്കുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല വൃത്തിയായിട്ട് ടൈറ്റാക്കും കേട്ടോ. പച്ചരി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ബ്രൈറ്റനിങ്ങും കിട്ടുന്ന ഒരു സംഭവമാണ് പച്ചരി. പിന്നെ വെള്ളരിക്കയുടെ ഗുണങ്ങൾ പറയണ്ടല്ലോ. വെള്ളരിക്ക നമ്മൾ കഴിക്കുന്നതും നല്ലതാണ്, നമ്മളിതുപോലെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. കണ്ടോ, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ പായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയണ്ടേ, അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.